വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. ഇതൊരു വേക്കൻസി നോട്ടിഫിക്കേഷൻ അല്ല, നോട്ടിഫിക്കേഷൻ വേക്കൻസി അപ്രൂവൽ ആയതിന്റെ ഒരു നോട്ടീസാണ്. കുറെ ദിവസമായിട്ട് കുറെ നാളുകളായിട്ട് നമ്മൾ വാർത്ത കേൾക്കുന്നതും അന്വേഷിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഛത്തീസ്ഗഡിലൊക്കെ ജോലി വാങ്ങിക്കാനുള്ള എളുപ്പവും കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ വേക്കൻസീസ് ആണ്. ഓക്കെ, അപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ ഏകദേശം 700 വേക്കൻസീസിലേക്ക് ഇപ്പൊ ഉടൻ തന്നെ ഛത്തീസ്ഗഡിലെ നോട്ടിഫിക്കേഷൻ വരും. അതായത് അവിടെ ധാരാളമായിട്ട്, അതായത് അസോസിയേഷൻ ഓഫ് നെറ്റ് സെറ്റ് PG അസോസിയേഷൻ ഡിമാൻഡിങ് മോർ വേക്കൻസീസ്. ദ ഗവൺമെന്റ് ഹാസ് അപ്രൂവ്ഡ് റിക്രൂട്ട്മെന്റ് ഓഫ് 625 അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് 25 പോസ്റ്റ് ഓഫീസർ, then 50 ലൈബ്രറിയൻ പോസ്റ്റുമായിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ലൈബ്രറി കോഴ്സ് പഠിച്ചവർക്ക് വൻ അവസരമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തില് 625 അസിസ്റ്റന്റ് പ്രൊഫസറും 25 സ്പോർട്സ് ഓഫീസറും 50 ലൈബ്രറിയൻ പോസ്റ്റുമായിട്ട് നമ്മുടെ ഛത്തീസ്ഗഡിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്രൂവൽ ആയിട്ടുണ്ട്. ഓക്കെ, അത്രത്തോളം വേക്കൻസികൾ, ഏകദേശം 50 to 70% പൊസിഷൻസുകൾ ഇവിടെ വേക്കന്റ് ആണ്. അത് കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, ഛത്തീസ്ഗഡിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആ വാർത്ത വന്നതാണ്. 2019, 2014, 2009 കാലഘട്ടങ്ങളിൽ ശേഷം ഇത്രത്തോളം ധാരാളം വേക്കൻസീസ് അവിടെ വരുന്നുണ്ട്. അപ്പം മെയിൻലി ആ ലെജിസ്ലേറ്റീവ് സെഷൻ അവർ കൊടുത്ത മറുപടി, വിദ്യാഭ്യാസ മന്ത്രി, ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി കൊടുത്ത മറുപടി അനുസരിച്ച് 2169 അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസി പൊസിഷൻസ് ഉണ്ട്. അതില് ഇവരുടെ ഡിമാൻഡ് പ്രകാരം ഛത്തീസ്ഗഡ് ബേസ്ഡ് നെറ്റ് സെറ്റ് PG അസോസിയേഷൻ ഡിമാൻഡിങ് ദി ഗവൺമെന്റ് being the recruitment process for assistant professor positions, government approved 700 positions, like 625 assistant professor positions, 25 for sports officer and 50 librarian approval ആയിട്ടുണ്ട്. അപ്പം അത് ഉടൻ തന്നെ വിളിച്ച ഉടൻ തന്നെ നിങ്ങൾ അടുത്തേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. ചാനൽ ഫോളോ ചെയ്ത് പോയാൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കിട്ടും. അപ്ലൈ ചെയ്യണം. നിങ്ങൾ UP നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്, രാജസ്ഥാൻ, അതുപോലെ തന്നെയാണ് അരുണാചൽ പ്രദേശ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ വെസ്റ്റ് ബംഗാള്, അപ്പൊ എല്ലാത്തരം പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ചെയ്ത് തരും കറക്റ്റ് ടൈമിൽ. ഇത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുകയാണ്, നിങ്ങളൊന്ന് അറിയിക്കുകയാണ്, മുൻകൂട്ടിയിട്ട് അറിയിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഇതിന്റെ ബാക്കിൽ നിന്ന് തന്നെ വേറൊരു വലിയൊരു സർപ്രൈസ് ഉണ്ട് മഹാരാഷ്ട്രയുടെ, അതും വരുന്നുണ്ട്, വീഡിയോ ആയിട്ട് ചെയ്തു തരാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ അതിന് തയ്യാറായിരിക്കുക. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കാര്യം അറിയാം. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് PG പ്ലസ് നെറ്റ് മിനിമം വേണം. ബാക്കിയുള്ള ഹയർ ക്വാളിഫിക്കേഷനുകളാണ്. പിന്നെ അതുപോലെ തന്നെ ചില എക്സാമുകളിൽ ഇന്റർവ്യൂ സെഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്രൈറ്റീരിയ ചിലതിൽ എക്സാംസ് ഉണ്ടാവും. അപ്പൊ ഛത്തീസ്ഗഡിലും UP-യിലൊക്കെ എക്സാംസ് ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും എക്സാം പാറ്റേണും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നീട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിന് തയ്യാറായിരിക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ്, അതായത് ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ, ഓക്കെ, നമ്മുടെ കേരളത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, വീടിനടുത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇതൊരു കാര്യമല്ല. അല്ലാതെ ഒരു ജോലിയാണ്, നല്ലൊരു സാലറി, ഏകദേശം 1 lakh അബോവ് ലഭിക്കുന്ന ഒരു സാലറി, വളരെ ഈസി ആയിട്ട് ആ ജോലി നേടാൻ പറ്റുമെങ്കിൽ അത് എവിടെയായിരുന്നാലും കിട്ടുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീൻസ് റവന്യൂ ഇതിനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കൂടുതൽ സജഷൻസ്, കൂടുതൽ ഉദ്യോഗാർത്ഥികളിലേക്ക് അത് എത്തിക്കും. ഓക്കെ, അപ്പൊ അവർ കാണട്ടെ, ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർ, ക്വാളിഫൈഡ് ആയിട്ട് വെറുതെ ഇരിക്കുന്നവർക്ക് അവർക്ക് ജോലി കിട്ടട്ടെ എന്നൊരാഗ്രഹം മാത്രം. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.